കണ്ണുനട്ടുള്ള കാത്തിരിപ്പിന് വിരാമമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇനിയുള്ള 10 മാസം നിലമ്പൂരിനെ നയിക്കാൻ പോകുന്നത് ആരെന്ന് ഇന്നറിയാം. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കും. ആദ്യ ഫലസൂചന 8:30-ഓടെ ലഭ്യമായി തുടങ്ങും. 1,76,070 പേരാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. ആദ്യം എണ്ണുക 1403 പോസ്റ്റൽ വോട്ടുകൾ. മൊത്തം 19 റൗണ്ടായാണ് വോട്ടെണ്ണുക. ഓരോ റൗണ്ടിലും 14 വീതം പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും. EVM എണ്ണി തുടങ്ങിയാൽ വഴിക്കടവ്, മൂത്തേടം, കരുളായി, എടക്കര, പോത്തുകൽ, ചുങ്കത്തറ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും അവസാനം അമരമ്പലം പഞ്ചായത്തുമാണ് എണ്ണുക. ആദ്യം എണ്ണുക വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവ് ബൂത്തിലെ വോട്ടുകളാണ്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് നമുക്കൊപ്പം ചേരുന്നത്. ശാന്തകുമാർ, ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇന്നാണ് വോട്ടെണ്ണൽ. മണിക്കൂറുകൾക്കകം വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. ഏകദേശം അരമണിക്കൂർ കൂടി തന്നെ ആ ഒരു ചിത്രം പുറത്തു വരും എന്നുള്ളതാണ്. വഴിക്കടവാണ് ആദ്യം എണ്ണുന്നത് എന്ന് പറയുന്നു. വഴിക്കടവാണ് ഏറെ നിർണായകം. PV അൻവറിന് അടക്കം വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ ഏതു രീതിയിൽ എപ്പോഴാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക? അതിൻ്റെ പ്രക്രിയകളൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ പ്രതീക്ഷകൾ ഏതു രീതിയിലാണ് മുന്നണികളുടെ? കനത്ത സുരക്ഷയിൽ സ്ട്രോങ് റൂമുകൾ ഇന്ന് രാവിലെ 7:30-ന് തുറക്കും. ആ തുറന്നതിന് ശേഷം ആ പോളിംഗ് മെഷീനുകൾ എല്ലാം ഓരോ ടേബിളുകളിലേക്ക് എത്തിക്കും. കൗണ്ടിംഗ് ഹാളിലെ 14 ടേബിളുകളായിട്ടാണ് ഓരോ റൗണ്ടിലും വോട്ടെണ്ണുക. ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ പോളിംഗ് ബൂത്തുകളിലെ മെഷീനുകളാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആണ് ഇപ്പോൾ ഈ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നാം കാണുന്ന മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. അവിടെ അതിനായി വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ആ സജ്ജീകരണങ്ങൾ ഒരുക്കി ആ സജ്ജീകരണങ്ങൾക്ക് അതിൻ്റെ അവസാനഘട്ട വിലയിരുത്തലിലാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ. എന്തായാലും രാവിലെ 14 ടേബിളുകളിലായി എണ്ണുന്ന വോട്ടുകൾ, ആ 14 ടേബിളായി എണ്ണുന്ന വോട്ടുകൾക്ക് തൊട്ട് മുമ്പാണ് ആ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുക. 8 മണിക്കാണ് EVM വോട്ടെണ്ണൽ ആരംഭിക്കുക. 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും. 8:10 മുതൽ EVM വോട്ടുകൾ എണ്ണി തുടങ്ങും. അങ്ങനെ ആദ്യം എണ്ണുന്നത് 1 മുതൽ 14 വരെയുള്ള ബൂത്തുകളാണ്. അത് വഴിക്കടവ് പഞ്ചായത്തിലേതാണ്. അത് തുടർന്ന് 3 റൗണ്ട് എണ്ണുന്നതും വഴിക്കടവ് പഞ്ചായത്തിലെ പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് മെഷീനുകളാണ്. അങ്ങനെ ഈ വോട്ടെണ്ണൽ പ്രക്രിയ രാവിലെ 8 മണിക്ക് ആരംഭിച്ച് 8:30 കൂടി തന്നെ ആദ്യ പല സൂചനകൾ ലഭിക്കുമെന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന് പറയുന്നത്. ജില്ലാ കളക്ടറും ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചത്. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ പ്രക്രിയകളുമാണ് ഇപ്പോൾ ഈ കൗണ്ടിംഗ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. സ്വാതി, അതുതന്നെയാണ് ശാന്തകുമാർ. എന്തായാലും ഈ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും എന്ന് പറയുമ്പോൾ അരമണിക്കൂറിനകം ഏകദേശം അതിൻ്റെ ഒരു പൊതുചിത്രം വ്യക്തമാകും എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം PV അൻവർ ഇന്നലെ രാത്രിയിൽ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് തൻ്റെ വോട്ടുകളൊക്കെ എവിടേക്കാണ് പോയത് എന്ന് അറിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾക്കുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടോ? അത്തരം വിലയിരുത്തലുകളിലേക്ക് നീങ്ങുന്നുണ്ടോ മുന്നണികൾ? എല്ലാ അട്ടിമറികളും, ഏത് തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ട്, ഏത് തരത്തിൽ വോട്ടുകൾ മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവ എങ്ങനെയൊക്കെയാണ് വോട്ടിംഗ് മെഷീനിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതെല്ലാം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കാരണം ഈ ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഓരോ അഭിപ്രായങ്ങളും തന്നെയാണ് നമുക്ക് PV അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഇന്നലെ വൈകിട്ട് PV അൻവറിൻ്റെ അഭിപ്രായം ഉണ്ടായത്. അതായത് 10,000 വോട്ടുകൾ ക്രോസ് വോട്ടുകൾ UDF-ന്റെ വോട്ടുകൾ പോയിട്ടുണ്ട്. അതാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത്. അത് തുടരും. അത്തരം കാര്യങ്ങളെല്ലാം PV അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ആര്യടൻ ഷൗക്കത്ത് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു, UDF ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇന്നലെ അത് പുതിയ ഒരു വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ പുതിയ കുറേ അറിവുകളുടെ ഭാഗമായി അത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഓരോ ദിവസവും മണിക്കൂറുകളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ
അല്ലെങ്കിൽ സർവേകളുടെ അടിസ്ഥാനത്തിൽ എന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ അത്തരം അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും പി വി അൻവർ തന്നെയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ടുള്ളത്. കാരണം പി വി അൻവർ രാജിവെച്ചതോടു കൂടിയാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹം പുതിയൊരു പാർട്ടിയുമായി വരുന്നു. പിന്നീട് അതിൽ മത്സര രംഗത്ത് വരുന്നു. LDF UDF ഉണ്ടായിരുന്ന ബന്ധം അവസാനിക്കുന്നു. രണ്ടാമതാണ് UDF ആയിട്ട് ബന്ധത്തോടടുക്കുന്നത്. ആ ബന്ധം അവസാനിപ്പിച്ചാണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ ചടുലമായ വ്യത്യസ്തമായ നീക്കങ്ങൾ നടത്തി പി വി അൻവർ ഒരു മത്സരരംഗത്തേക്ക് വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രത്യേകതയും. വോട്ടുകൾ ഏതൊക്കെ ഭാഗത്തേക്ക് മാറിപ്പോകുന്നു അല്ലെങ്കിൽ വിഭജിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവ അറിയുന്നതിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും നിലമ്പൂരിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വലിയ പ്രചരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണവും എല്ലാം നടന്ന് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് രണ്ട് മുന്നണികളും. ഒപ്പം തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പി വി അൻവറും ഉള്ളത്. സ്വാതി. ശാന്തകുമാർ പറഞ്ഞതുപോലെ തന്നെ വോട്ടർമാർ ഈ എത്ര പ്രതികൂല കാലാവസ്ഥ അടക്കം ഉണ്ടായിട്ട് പോലും ഇത്രയും അധികം ആളുകൾ അവിടേക്ക് വന്ന് ഏകദേശം 75% വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് നടന്നത്. വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ MLA ആയി ജയിച്ചാൽ ആ ആള് തുടരുക, അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് എന്തിനിങ്ങനെ ഒരു ഇലക്ഷൻ എന്നായിരുന്നു ആദ്യം എല്ലാവരും ചോദിച്ചത്. എന്നാൽ അത് മാത്രമല്ല, നിലമ്പൂരുകാർ എല്ലാവരും പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി തങ്ങളുടെ സമ്മതിദാന അവകാശം വേണ്ട വിധം വിനിയോഗിച്ച ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ഈ ഇത്രമാത്രം അധികം പോളിംഗ് ശതമാനം കൂടുതൽ വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ കൂടി വലിയ തരത്തിലുള്ള പ്രതീക്ഷയിലും ആണ് മുന്നണികൾ എല്ലാവരും. അപ്പോൾ ഇന്നിപ്പോൾ ഈ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആ പോളിംഗ് ശതമാനം എങ്ങനെയായിരിക്കും ഈ ഒരു കണക്കുകൂട്ടലിനെയൊക്കെ ബാധിക്കുക, റിസൾട്ടിനെ ബാധിക്കുക? സ്വാതി, ഇന്നത്തെ പോളിംഗ് കൗണ്ടിങ്ങിന് ശേഷം വരുന്ന വോട്ടുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഏറെ നിർണായകമാണ്. അവരുടെ വരും ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കൂടിയാണ്. കാരണം നേടുന്ന വോട്ടുകളുടെ പ്രാധാന്യം ഈ കാലങ്ങളായി UDF കൈവശമുണ്ടായിരുന്ന നിലമ്പൂർ അസംബ്ലി മണ്ഡലം 2016 മുതലാണ് പി വി അൻവർ ഇടത് സ്വതന്ത്രനായി വന്ന് നേടിയെടുക്കുന്നത്, അത് പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം LDF പിണങ്ങിപ്പോയതിനു ശേഷമാണ് അവിടെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. ആ കോൺഗ്രസിന് ആധിപത്യമുള്ള ഒരു മണ്ഡലം വീണ്ടും കോൺഗ്രസിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെയും UDF ലക്ഷ്യം. അതിനുള്ള പ്രവർത്തന രീതികളുമായാണ് അവരുടെ പ്രചരണ രംഗത്ത് എല്ലാം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ LDF സിറ്റിംഗ് സീറ്റായ ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് LDF സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് LDF നടത്തിയിരുന്നത്. അത്തരത്തിൽ ഏറെ അഭിമാന പോരാട്ടം നടന്ന ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെ അതിൽ ലഭിക്കുന്ന ഓരോ വോട്ടും ഏറെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. ആ വോട്ടുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അവയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി അത് ഓരോ മുന്നണികൾക്ക് വന്ന വഴികൾ, അത് ലഭിക്കേണ്ട വോട്ടുകൾ പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം വിലയിരുത്തി അത്തരം കാര്യങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഭാഗത്തും ഓരോ മുന്നണികൾക്കും കൃത്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് അത് പ്രതീക്ഷിച്ചതുപോലുള്ള വോട്ടുകൾ ലഭ്യമായിട്ടില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം നിലനിൽക്കുന്നുണ്ട്. അത് ഈ കൗണ്ടിങ്ങിന് ശേഷം ഏറെ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കൗണ്ടിങ് തന്നെയായിരിക്കും, ഒരു വോട്ടെണ്ണൽ തന്നെയായിരിക്കും. ഇതിൻ്റെ അവസാനം അതിൻ്റെ എണ്ണം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകാനുള്ള, ഒരേ മുന്നണികൾക്കുള്ളിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരിക്കും ഇത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. സ്വാതി. അതുപോലെ തന്നെയാണ് ശാന്തകുമാർ, ഇപ്പോൾ BJP കാര്യം പറയുകയാണെങ്കിൽ BJP ആദ്യം ഇത്തരത്തിൽ ഇവിടെ മത്സരിക്കണോ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മോഹൻ ജോർജ് സ്ഥാനാർത്ഥിയായി വരുന്നത്. എന്നാൽ അവസാന നിമിഷം മോഹൻ ജോർജ് പറയുന്നതും പ്രതീക്ഷയില്ലാത്ത ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മോഹൻ ജോർജിന്റെ പ്രതികരണത്തിലൂടെയും വരുന്നത്. മലയോര മേഖലയിലാണ് കൂടുതലായും BJPക്ക് വോട്ട് ലഭിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉള്ളത്. അപ്പോൾ BJPയുടെ ഒരു പ്രതീക്ഷയൊക്കെ ഏത് രീതിയിലാണ് ഈ ഒരു സമയത്ത്?
സൂചിപ്പിച്ച പോലെ തന്നെ BJP ആദ്യം ഇത്തരത്തിൽ മത്സരരംഗത്തേക്ക് മത്സരം വേണ്ട, തെരഞ്ഞെടുപ്പ് തന്നെ ഒരു അനാവശ്യമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനവസരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് ഉള്ള അഭിപ്രായം തന്നെയായിരുന്നു BJP നേതൃത്വത്തിന് ആകെ ഉണ്ടായിരുന്നത്. പുതിയ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. തുടർന്ന് അവർ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ നടന്നു. അവസാനം BDJS മത്സരിക്കാൻ അവസരം നൽകുക എന്നുള്ള സാധ്യതയിലേക്ക്, അതിനുശേഷമാണ് പിന്നീട് അത് മത്സരിക്കാമെന്നുള്ളതിലേക്ക് BJP എത്തുന്നത്. അതിനുശേഷം പ്രചരണ രംഗത്തെ എല്ലാ നേതാക്കന്മാരും സജീവമായ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ BJPക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് പ്രതീക്ഷിച്ച ഒരു വോട്ട് ഇവിടെ ലഭിക്കുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. അത് തന്നെയാണ് ഇന്നലെ BJP സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുള്ള ഒരു അഭിപ്രായവും ഉയർന്നത്. കാരണം BJPക്ക് ലഭ്യമാകേണ്ട വോട്ടുകൾ മാറിപ്പോയിട്ടുണ്ട് എന്ന് BJP സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് ഏറെ ശ്രദ്ധേയമാണ്. അത് അവരുടെ കണക്കുകൾ പ്രകാരം തന്നെ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു കണക്ക് തന്നെയാണ് BJP തയ്യാറാക്കിയതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും BJPക്കകത്തും ഇത്തരം നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, വിഷയങ്ങൾ എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്വാധീനം അതേപോലെ തന്നെ ശാന്തകുമാർ, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നതെങ്കിലും പ്രത്യേകിച്ചും LDFനും UDFനും VD സതീശൻ അടക്കമുള്ള ആളുകൾക്ക് ഇതൊരു അഭിമാന പോരാട്ടമാണ്. കാരണം ഒരുപാട് വിവാദങ്ങൾ, ചർച്ചകളൊക്കെ നടന്നതിന് ശേഷം സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു രണ്ട് തട്ടിലായിരുന്നു. ജോയി വരണോ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് വേണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ നടന്നതിന് ശേഷമാണ് അത് ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നേതാക്കളെ സംബന്ധിച്ച് അവർക്കും ഇതൊരു അഭിമാന പോരാട്ടം തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് AICC നിശ്ചയിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് PV അൻവർ, UDFുമായി അടുത്തിരുന്ന PV അൻവർ പിണങ്ങുന്നതും PV അൻവർ മത്സര രംഗത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. PV അൻവർ നിശ്ചയിച്ചിരുന്നത്, അല്ലെങ്കിൽ PV അൻവർ നിർദ്ദേശിച്ചിരുന്നത് മലയോര മേഖലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വേണം, അത് VS ജോയ്, DCC പ്രസിഡന്റ് VS ജോയ് വേണമെന്നുള്ളതായിരുന്നു PV അൻവറിൻ്റെ ഉന്നയിച്ചിരുന്ന ആവശ്യം. ആ ആവശ്യത്തിലേക്കൊന്നും UDF നേതൃത്വം ഒരു ഘട്ടത്തിലും പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ വരുന്നത്. അതിനുശേഷം തന്നെയാണ് PV അൻവർ പിന്നീട് മത്സര രംഗത്തേക്ക് വരികയും ചെയ്യുന്നത്. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ എത്തിക്കുക എന്നുള്ളത് UDF നേതൃത്വത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമായിരുന്നു. ആ ഉത്തരവാദിത്തം തന്നെയായിരുന്നു UDF നേതൃത്വം എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരുൾപ്പെടെ പ്രചരണ രംഗത്തെ സജീവമായ ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലേത്. അതിനകത്ത് മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള ജില്ല തന്നെയാണ് മലപ്പുറം. ആ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ ആ സ്വാധീനം ഉപയോഗപ്പെടുത്തി മുസ്ലിം ലീഗ് അവരുടെ മുഴുവൻ സംഘടനാ രീതികളും ഉപയോഗപ്പെടുത്തി തന്നെ പ്രചരണം നടത്തിയിട്ടുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലം. മുസ്ലിം ലീഗിനെ വിജയിച്ചേ മതിയാവൂ എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ അവർ അവരുടെ സംഘടനാ രീതികൾ പൂർണ്ണമായും ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗപ്പെടുത്തി. അതിനുള്ള ഫലം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ലീഗ് നേതൃത്വം തന്നെ പിന്നീട് പറയുകയുമുണ്ടായി. കാരണം മുസ്ലിം ലീഗിന് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു മണ്ഡലമാണ് ഈ നിലമ്പൂർ മണ്ഡലം. അത് UDF വിജയിക്കും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് കരുതുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ലീഗ് കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ളത് എന്ന് അവർ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം ലീഗിനും ഏറെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള ഒരു ഇടം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ മണ്ഡലത്തിലെ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള വിഭജനമോ വോട്ട് ചോർച്ചയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയ്ക്കും വലിയ തോതിലുള്ള ചർച്ച ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സ്വാധീനം. അതെ ശാന്തകുമാർ, തുടരുക.